നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും അറസ്റ്റിൽ. തൃശൂർ കുന്നുകൾ റൂട്ടിലോടുന്ന മരക്കാർ ബസ് ഡ്രൈവർ, വാഗ സ്വദേശി പാലത്ത് വീട്ടിൽ 42 വയസ്സുള്ള അക്ബർ, രണ്ടാം പ്രതി പത്തനംതിട്ട കൂടൽ സ്വദേശിയായ പടിഞ്ഞാറെ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15-കാരിയെ കേച്ചേരി തലക്കൂട്ടുകരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ഒന്നാം പ്രതി പിന്നീട് ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ ഗോവിന്ദം റെസിഡൻസി എന്ന ലോഡ്ജിലെത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ലോഡ്ജിൽ പീഡനത്തിന് ഒത്താശ ചെയ്തതിനാണ് രണ്ടാം പ്രതി അറസ്റ്റിലായത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയകുമാർ നേതൃത്വത്തിൽ SI പ്രീത ബാബു, ASIമാരായ വിനയൻ, സിന്ധു, സീനിയർ CPO രഞ്ജിത്ത്, CPOമാരായ സൗമ്യശ്രീ, SJ അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ന്യൂസ് ഇമ്പാക്ട്. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേയിലേക്ക് വലിയ വാഹനങ്ങൾ കടക്കുന്നത് തടയാൻ സ്ഥാപിച്ചിരുന്ന ഭാരമേറിയ ക്രോസ് ബാർ വാഹനമിടിച്ച് തകർന്ന നിലയിലായിരുന്നു. ഇതിന്റെ കോൺക്രീറ്റ് തൂണിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഈ റോഡിലൂടെ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇവിടെ ഇരുമ്പിന്റെ ക്രോസ് ബാർ സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം ഇതിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ച കണ്ടെയ്നർ ലോറി കവാടത്തിൽ ഇടിച്ച് കേടുപാടുണ്ടായി. പിന്നീട് ഒട്ടേറെ വാഹനങ്ങളാണ് ഇതിലൂടെ പ്രവേശിക്കുന്നതിനിടെ ക്രോസ് ബാറിൽ ഇടിച്ചിരുന്നത്. കവാടം ഒരു ഭാഗം ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. കവാടത്തിന് മുകൾ ഭാഗത്തെ ഇരുമ്പ് ദണ്ഡുകൾ പൊട്ടിയ നിലയിലുമായിരുന്നു. ഇനിയും വാഹനമിടിച്ചാൽ ഇത് നിലംപതിച്ച് മറ്റൊരപകടത്തിന് കാരണമാകുമെന്ന നിലയിലായിരുന്നു. ഇരുമ്പു കവാടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുമ്പു കവാടം പൊളിച്ചുമാറ്റിയത്. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. വരവൂരിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയതായി പരാതി. വരവൂർ പാലക്കൽ ക്ഷേത്രത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12ഉം 13ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളെ വരവൂർ വടക്കേതിൽ വീട്ടിൽ ഷനീഷ് എന്നയാൾ ആക്രമിക്കുകയും തെറി വിളിക്കുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്ക് അടിമയായ ഇയാൾ ആക്രമണം നടത്തിയതായി പറയുന്നു. മുൻപും സമാനമായ രീതിയിൽ മറ്റൊരാളെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഇയാളുടെ പേരിൽ കേസുണ്ട്. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ നമ്മള് വെള്ളടിക്കണോ എല്ലാം ആരെ വെള്ളടിക്കുന്നത് ഞാൻ പിടിച്ച് മാറ്റിയതാണോ? അവരോട് നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ, പിള്ളേര് കളിച്ചോട്ടെ, പിന്നോട് ഇരുന്നോ, അന്ന് മേത്തേക്ക് വരുമ്പോഴല്ലേ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കളിച്ചായിരുന്നു. ഇവിടെ കളി കഴിഞ്ഞിട്ട് കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു ചെക്കൻ്റെ ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക, അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആള് മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞു മക്കളുടെ മുന്നിൽ അത്രയും മോശമായ രീതിയിൽ സഭ്യമല്ലാത്ത ഭാഷ, അതും ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ട് അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, അതായത് നിൽക്കുന്ന ആളുകൾ പോലും കേട്ട് നിറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഈ കുഞ്ഞു പിള്ളേരോട്, നമ്മളോട് ഉൾപ്പെടെ. നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി പോയില്ല. പിന്നെ നമ്മളെ തല്ലാൻ വന്ന രീതിക്കകത്ത് നമ്മൾ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായതും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായത്. തീർച്ചയായും കുഞ്ഞു മക്കൾക്കെതിരെയുള്ള ഈ ഒരു അതിക്രമത്തിനെതിരെ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്ത ഈ ഒരു അതിക്രമത്തിനെതിരെ നല്ല നടപടി ഉണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരാഴ്ചയായി തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദീർഘകാലം MP, MLA എന്നീ പദവികളിൽ പ്രവർത്തിച്ചിരുന്നു. KPCC അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സൗമ്യമുഖങ്ങളിൽ ഒരാളായി അറിയപ്പെട്ടയാളാണ് തെന്നല ബാലകൃഷ്ണപിള്ള. വെള്ളിയാഴ്ച രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. തീരെ ചെറുപ്പത്തിൽ തന്നെ പൊതുപ്രവർത്തനം ആരംഭിച്ച തെന്നല കൊല്ലം DCC പ്രസിഡന്റ് ആയതോടുകൂടിയാണ് സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നത്. 1962 അദ്ദേഹം KPCC അംഗമായി. 91 മുതൽ 1922 വരെയുള്ള കാലത്ത് KPCC ജനറൽ സെക്രട്ടറിയായി. 91, 98, 2003 തുടങ്ങിയ വർഷങ്ങളിൽ രാജ്യസഭാംഗമായിരുന്നു. 98 മുതൽ 2001 വരെയും 2004 മുതൽ 2005 വരെയും KPCC അധ്യക്ഷനായി. അടൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2 തവണ MLA ആയിട്ടുണ്ട്. 5.5 വർഷത്തോളം DCC അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്.
ഗുരുവായൂർ നഗരസഭ 21-ാം വാർഡിൽ മണലൂർ MLAയുടെ വികസന ഫണ്ടും നഗരസഭയുടെ പ്ലാൻ ഫണ്ടും ചേർന്ന് 36.94 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച ചിറ്റാട റോഡിന്റെയും നഗരസഭ 4 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച കെ മണി സ്മാരക റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ ആദരിക്കലുമുണ്ടായി. മുരളി പെരുന്നെല്ലി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, ആസൂത്രണ സമിതി അംഗം MA ഷാജി, വാർഡ് കൗൺസിലർ അജിത ദിനേശൻ, KS ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ജൂൺ 13-ന് ആഘോഷിക്കുന്ന അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോൺ ഡൊമിനിക് MCBS, ഇടവക വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 6 വെള്ളി മുതൽ ജൂൺ 12 വ്യാഴം വരെ രാവിലെ ഇടവക ദേവാലയത്തിൽ തിരുനാളിന് ഒരുക്കമായി. വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും വൈകിട്ട് 6:30-ന് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂൺ 13 വെള്ളിയാഴ്ച രാവിലെ 6:30-ന് ഇടവക ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് വെട്ടുവയലിൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30-ന് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും കുഞ്ഞന്തോണിമാരുടെ പ്രസിദ്ധേന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ച ഊട്ട് കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി ചെയർമാൻ ഫാദർ ഡേസൻ മുണ്ടോപ്പുറം, വൈസ് ചെയർമാൻമാരായി സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KG ബാബു, പേൾജൂബി ചുങ്കത്ത്, CN ഇമ്മാനുവൽ, ജനറൽ കൺവീനർ CM സാംസൺ, ജോയിന്റ് ജനറൽ കൺവീനർ ഫ്ലോറൻസ് ലോയിഡ്, സബ് കമ്മിറ്റി കൺവീനർമാരായ ML സുനിൽ, ML മാണി, PR സജി, പോയ്സ് JB, VC ജോസി എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികൾ 5000 കടന്നു. ആകെ ആക്റ്റീവ് കേസുകൾ 5364 ഉയർന്നു. 498 പേർക്കാണ് രാജ്യത്ത് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 4 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. കേരളത്തിൽ മാത്രം 2 മരണമാണ് സ്ഥിരീകരിച്ചത്. 74 വയസ്സുകാരിയും 79 വയസ്സുകാരനുമാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 192 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഓക്സിജൻ, ഐസൊലേഷൻ കിടക്കകൾ, വെന്റിലേറ്ററുകൾ, അവശ്യമരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയത്. രോഗമുള്ളവർ ആൾക്കൂട്ടം ഒഴിവാക്കുവാനും മുന്നറിയിപ്പുണ്ട്. രോഗവ്യാപനം തടയുവാനായി ജനങ്ങൾ ശുചിത്വം പാലിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അണുക്കൾ പടരാതെ ശ്രദ്ധിക്കണം. രോഗമുള്ളവർ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പരിശോധന കൂട്ടുവാനും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന KS ശങ്കരന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എലവള്ളി മമ്മായിൽ അനുസ്മരണ യോഗം നടത്തി. CPM മണലൂർ ഏരിയ സെക്രട്ടറിയും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PA രമേശൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷനായി. CPM എലവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, KP രാജു, KG മനോഹരൻ, സുമ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ആനായ്ക്കൽ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായ്ക്കൽ മണിയന്ത്ര വീട്ടിൽ കുഞ്ഞാപ്പുവിന്റെ മകൻ 63 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ വീടിന് സമീപത്തെ കിണറിന്റെ തുടിക്കാലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മുതിർന്ന CPM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്ന KS ശങ്കരന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. CPM എയ്യാൽ ചിറ്റലങ്ങാട് സൗത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പാർട്ടി ഓഫീസിൽ നടന്ന ദിനാചരണത്തിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി. പ്രഭാത ബേരി മുഴക്കി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം PA ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSന്റെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ഊർജ്ജമായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. യോഗത്തിൽ ബ്രാഞ്ച് അംഗങ്ങളായ AS മജീദ്, CK അച്യുതൻ, ഉഷ സുബ്രഹ്മണ്യൻ, ശൈലജ ഗണേശൻ, CK ഭാസ്കരൻ, PS ശരത്ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച തിരുഹൃദയ പാരിഷ് ഹാളിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂർ താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ G സക്കരപ്പറ്റേക്കൽ, ഇടവകാംഗം ഫാദർ മനോജ് കിഴൂർ തുടങ്ങിയവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ MV ഷാൻഡോ,
MK ജോൺസൺ, ജെയ്സൺ താണിക്കൽ, ഷൈജു തൈക്കാട്, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ്, സെക്രട്ടറി MD ജോജി, ട്രഷറർ ബിജു ജോർജ് P, ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ദിനാചരണം നടത്തി. വിശദാംശങ്ങളിലേക്ക്. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ G. ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പരിസരത്ത് മുന്തിരിച്ചെടി നട്ട് MD കോളേജ് ലെക്ചറർ റിജുമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിമോൻ ജെയിംസ്, MPTA പ്രസിഡന്റ് ജുബി സജി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതഭാവിക്ക് ഒരു കയ്യൊപ്പ് എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. നെല്ലിക്ക വിതരണം ചെയ്ത് പരിസ്ഥിതിദിന സന്ദേശം കൈമാറുകയും കുട്ടികളുടെ ഹരിതസഭ ചേരുകയും പരിസ്ഥിതിദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഭൂമിക്കായി ഒരു സ്നേഹസമ്മാനം തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും കുട്ടികളുടെ പ്രസംഗം, കവിതാലാപനം, പോസ്റ്റർ നിർമ്മാണം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, സിസി KT, പോൾ ഡേവിഡ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാണിപ്പയൂർ പോപ്പുലർ ഹുണ്ടായി ഷോറൂമിന്റെ നേതൃത്വത്തിൽ 100 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. മാനേജർ ഹുബീഷ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് മാനേജർ ലിഖിൽ നേതൃത്വം നൽകി. പരിസ്ഥിതി സന്ദേശം പ്രചരിപ്പിക്കാൻ കാർഡുകളും വിതരണം ചെയ്തു. ഉപഭോക്താക്കൾക്കും അഗ്നിരക്ഷാ നിലയം, പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, റവന്യൂ വകുപ്പ്, നഗരസഭ എന്നീ സ്ഥാപനങ്ങളിലും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ നേതൃത്വത്തിൽ ആളൂർ മിഷൻ ഹൗസിൽ നടന്ന പരിപാടിയിൽ ആളൂർ ചാവക്കാട് അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ റുസ്തം അഹമ്മദി, ഷെരീഫ് അഹമ്മദ്, അർഫാൻ അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ്, അംനാസ് PK എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല ഹാളിൽ നടന്ന ദിനാചരണം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, ബാലചന്ദ്രൻ പൂലോത്ത്, സുലൈമാൻ, TL ജോസഫ്, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കാട്ടക്കമ്പൽ YMCAയിൽ YMCA ഭാരവാഹികളും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളും നഴ്സറി വിദ്യാർത്ഥികളും ചേർന്ന വൃക്ഷത്തൈ നട്ടു. തുടർന്ന് YMCA പ്രസിഡന്റ് അനിൽ P. മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണ യോഗം KSSPU പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. YMCA സെക്രട്ടറി തമ്പി മാസ്റ്റർ, മുൻ സബ് റീജിയണൽ മെമ്പർമാരായ മോഹനൻ മാസ്റ്റർ, ചാൾസൺ മാസ്റ്റർ, അങ്കണവാടി ടീച്ചർ രമിത, ജോൺസൺ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകളുടെ വിതരണവും ഉണ്ടായി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെയും സ്കൂൾ ഇക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ നടന്ന ദിനാചരണം വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. കൽപ്പകം പരിപാടിയുടെ ഭാഗമായി NSSന്റെയും സ്കൂൾ ഇക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ തെങ്ങിൻ തൈകളും വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് PS പ്രീതി സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് KS ദിവ്യ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9130 രൂപ, സ്വർണം പവന് 73,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 114 രൂപ. ചരമം അമ്മിയൂർ വെൽക്കം ഹോട്ടൽ ഉടമ കാവീട് ചട്ടിക്കൽ അപ്പുമകൻ CA ലോകനാഥ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മമ്മിയൂർ മുതുകൂട്ടർ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അനിത ഭാര്യയും അമൽനാഥ്, അതുല്യ എന്നിവർ മക്കളുമാണ്. വെസ്റ്റ് മങ്ങാട് പറക്കുന്നു കൊള്ളന്നൂർ കൊച്ചുമാത്യു മകൻ ഷൈജു നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വിജിലി അമ്മയും ഷിമി ഭാര്യയും അലീന മകളുമാണ്. അകലാട് ഗാദരിയ പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന രാമാണത്ത് പരേതനായ മുഹമ്മദ് അലി മകൻ മുസ്തഫ നിര്യാതനായി. 40 വയസ്സായിരുന്നു. കബറടക്കം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അകലാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. ഫാത്തിമയാണ് മാതാവ്. ആബിദ ഭാര്യയാണ്. മുഷ്ഫിർ, മുഷാഹിൽ എന്നിവർ മക്കളാണ്. വാഗ കുന്നത്തുള്ളി കുട്ടപ്പ ഭാര്യ രാധ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 1 മണിക്ക് എളവള്ളി ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. അക്കിക്കാവ് പൂമരം താവളത്തിൽ വേലായുധൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. പരാതിയായ കമലാക്ഷിയാണ് ഭാര്യ. പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരം വിനോദ്, പ്രസാദ്, വിനീത, വിനീജ എന്നിവർ മക്കളാണ്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.